നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 30-ാം തീയതി 1200-ാം ആണ്ട് കന്നിമാസം 14-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരമാണ്. നക്ഷത്രങ്ങളിൽ വളരെ ഗുണത്തെ കൊടുക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് പൂരം നക്ഷത്രം. അപ്പോൾ കന്നിമാസത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവരുടെ ഫലത്തെ നമുക്ക് ചിന്തിക്കാം. എന്തിനാണ് ബർത്ത്ഡേക്ക് ഇന്നത്തെ ദിവസം കൊള്ളാം, നല്ലതാണ്. ഇന്നത്തെ ദിവസങ്ങളിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയപ്രദമായി തീരുന്ന ദിവസമാണ്. ഇതൊക്കെ മൊത്തത്തിൽ ഉള്ള ഫലം, ഒരു ദിവസത്തെ ഫലമാണത്. പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലമാണ്. അതുകൊണ്ടാണ് വാർഷിക ഫലമായിട്ട് നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. എന്തുകൊണ്ടാണ്? ആ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക് വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് കരുതുക. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഗുണപ്രദമായി കലാശിക്കും? ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോ വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ്. കാര്യങ്ങൾ വിജയിക്കും, പോകുന്ന കാര്യങ്ങൾ സക്സസ് ആവും. മറ്റൊന്ന്, വീട് വയ്ക്കാനായിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ വീട് വാങ്ങാൻ നടക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് 100% അത് വിജയിപ്പിക്കും, വിജയത്തിലേക്ക് വരും. അതുപോലെ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം കൊടുത്ത് പുതിയ വാഹനം എടുക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് കരുതുക. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ നല്ലൊരു സമയം വന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ സമയത്തെ വേസ്റ്റ് ചെയ്യാതെ നമ്മൾ പ്രയത്നിക്കണം. അതിന് നമുക്ക് മുന്നറിയിപ്പ് പ്രകൃതി മാതാവ് തരുന്നതാണ്. നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. അത് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും പരാജയം വരത്തില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതാണ്. ഓരോ കാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. നമുക്കൊരു ആഴ്ച ആരംഭമാണ്. പോകുന്ന കാര്യങ്ങൾ വിജയപ്രദമാവുന്ന ദിവസമാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ, ഇന്നത്തെ ഡേയിൽ തന്നെ ചില കൊള്ളാത്ത സമയങ്ങളെ നമ്മൾ നോക്കണം. അതിൽ യാത്രയ്ക്ക് മാത്രം ശ്രദ്ധിക്കേണ്ടതാണ് രാവുകാല സമയം. കലണ്ടറിൽ 7:30 മണി മുതൽ 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം എന്ന് വരുന്നത് 7:46 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ, 9:15 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ നമുക്ക് പോസിറ്റീവ് അല്ലാത്ത നിൽക്കുന്ന 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 1:44 തൊട്ട് 3:12 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 10:45 തൊട്ട് 12:14 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ നമുക്ക് എല്ലാ ദിവസവും കുറച്ച് പോസിറ്റീവായിട്ടുള്ള, എന്ത് കൊള്ളാത്ത ദിവസത്തിലും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് സമയമുണ്ട്. അതാണ് അഭിജിത്ത് മുഹൂർത്തം. 48 മിനിറ്റ് നേരേ ഉള്ളൂ. അത് മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇന്നിപ്പോൾ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം നമുക്ക് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. അഭിജിത്ത് മുഹൂർത്തം എടുത്താലും നല്ലതാണ്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ശരിക്ക് 11:50 തൊട്ട് 12:38 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇതെന്ത് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഒരു പോസിറ്റീവ് കവചം സൃഷ്ടിച്ച് നമ്മളെ ദോഷങ്ങളെയെല്ലാം അകറ്റി നിർത്തി ചെയ്യുന്ന പ്രവൃത്തിയെ വിജയിപ്പിച്ച് തരുന്ന സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ ശുഭ്രവസ്ത്ര ധരിച്ചുകൊണ്ട് പോവുക. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ നമുക്ക് പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ ധരിച്ചു പോകുന്നത് ഭാഗ്യദായകമാണ്. ഇത് നമുക്ക് ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് വസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും വെളുത്ത വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ വെളുത്ത പൂവ് ചൂടുക. ഇതൊക്കെ സ്ത്രീകളാണെങ്കിൽ വെളുത്ത പൂവ് ചൂടിക്കൊണ്ട് പോവുക. ഇതൊക്കെ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് ആഗിരണം ചെയ്ത് കൊണ്ടുവരാനും നെഗറ്റീവ് ദോഷത്തെ തടഞ്ഞു നിർത്താനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ, നിങ്ങൾ കാര്യങ്ങൾ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.